നോമ്പുകാലത്ത് ആരോഗ്യദായകമായ ഔഷധക്കഞ്ഞി വിതരണം ചെയ്ത് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദ്. നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഇവിടത്തെ ഔഷധക്കഞ്ഞി വിതരണം. തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാനെത്തുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന മുടിക്കോട് സ്വദേശി യാറത്തുവളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ 47 വർഷമായി നോമ്പ് തുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 47 വർഷത്തോളമായി. നമ്മുടെ അവിടെ ഒരു ഖത്തീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് ഇവിടെ വിതരണം പണി ആരംഭിച്ചു. പിന്നെ കമ്മിറ്റിക്കാർ നല്ല സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ച് വരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ കഞ്ഞി കുടിക്കാൻ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകളെത്തും. നോമ്പിലെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും 30 കിലോ മട്ടനും 100 കിലോ അരിയും ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത്. 2500ഓളം പേർക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ദിവസവും തയ്യാറാക്കുക. വിശ്വാസികൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് കഞ്ഞി വിതരണം മുടങ്ങാതെ കൊണ്ടുപോകുന്നതെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എ അബ്ദുൽ ബാസിദ് പറഞ്ഞു. 1000-1500 പേരോളം ഇവിടെ നോമ്പ് തുറക്കാൻ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ അതിന് അത്രയ്ക്കും തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുത്തേക്കും. ഇതിൻ്റെ എല്ലാ പൊതുജനങ്ങളുടെ സംഭാവന പ്രകാരമാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ജാതി മത വിദ്വേഷമില്ലാതെ ചോദിക്കുന്നവർക്ക് എല്ലാവരും നിർലോഭം നമ്മളിത് നൽകി പോരുന്നുണ്ട്. ഈ കഞ്ഞിയുടെ തമിഴ്നാട്ടിൽ നിന്നൊരു മുസ്ലിം തമിഴ് ഖത്തീബിൻ്റെ മെനുവാണ് ഇവിടെ നടത്തി പോരുന്നത്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന മട്ടൻ കഞ്ഞിക്ക് 55,000 രൂപയും ചെലവ് വരും. ഇത്തവണത്തെ നോമ്പുകാലത്ത് വിശേഷ ദിവസങ്ങളിൽ ജാർഖണ്ഡ് സ്വദേശി അൽത്താഫ് തയ്യാറാക്കി നൽകുന്ന കരിമ്പിൻ ജ്യൂസാണ് മറ്റൊരു പ്രത്യേകത. അവിടെ കരിമ്പ് ജ്യൂസാണ്. കരിമ്പ് ജ്യൂസ് ശുദ്ധമായി നമ്മുടെ കൊടുക്കുന്നത്. അവിടെ ഐസ് ഇല്ലാണ്ട് കൊടുക്കണം. ഐസ് പറയുമ്പോൾ നമ്മുടെ കൊടുക്കും. ഇത് ഈ പരിപാടി നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഒരു 15-16 കൊല്ലം നമ്മുടെ ഇത് നടക്കുന്നത്. കരിമ്പ് ഒരു 1000 പരിപാടിയിൽ ഒരു 20 കെട്ട് കരിമ്പ് വേണ്ടിവരും. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം സാംസ്കാരിക നഗരിയിലെ നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഇടം കൂടിയായി മാറുകയാണ് ചെട്ടിയങ്ങാടി പള്ളിയും ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണവും. TCV ന്യൂസ്, തൃശൂർ.